കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇന്നത്തെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിഷ്ണു ലോറി ഡ്രൈവറായി കയറുകയും അങ്ങനെ യൂണിയനിൽ പോയി പ്രശ്നമാവുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ശാലിനി ഓരോ കാര്യങ്ങൾക്കായി പോകുന്ന സമയത്ത് ശാലിനി പോകുന്ന വഴിയിൽ നമ്മുടെ സുസ്മിത വഴി മറ്റേ ചിറ്റപ്പൻ അവിടെ വഴി തടഞ്ഞ് ബ്ലോക്കാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മുടെ ശാലിനിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന അവർ പറയുന്നുണ്ട്, രാവിലെ ആരോ വിളിച്ചിരുന്നു, അപ്പം മേഡത്തിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂളൊക്കെ അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതാണല്ലേ എന്ന് പറയുന്നു. അപ്പം ശാലിനി പറയുന്നു, എന്തായാലും നമുക്കിത് മാറ്റി പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഡ്രൈവറും ഇറങ്ങുന്നു. അപ്പം പുള്ളിക്കാരൻ പറയുന്നു, ഇതൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ കുറേ ഗുണ്ടകൾ അവിടെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്നു. പക്ഷേ ശാലിനിക്ക് അന്നേരം മനസ്സിലാവുന്നു ഇത് പ്ലാൻഡ് ആണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ശാലിനിയും പിള്ളയും എല്ലാവരും ഉപദ്രവിക്കുന്നു നന്നായിട്ട്. അപ്പോൾ ശാലിനി നന്നായിട്ട് പേടിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വിഷ്ണു ലോറിയുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ശാലിനിക്ക് മനസ്സിലായി വിഷ്ണു ഞങ്ങളെ സഹായിക്കും. അങ്ങനെ വിഷ്ണു ഇറങ്ങി വന്ന് എല്ലാ ഗുണ്ടകളെയും നന്നായിട്ട് തല്ലുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ വന്ന് നമ്മുടെ വിഷ്ണുവിനെ കുത്താനായി കത്തി വീശുകയാണ്. ആ വീശുന്ന സമയത്ത് ശാലിനി പോയി ഇടയിൽ പെടുകയാണ്. അങ്ങനെ ശാലിനിക്കാണ് കുത്തുകൊള്ളുന്നത്. അങ്ങനെ ക്രിട്ടിക്കൽ കണ്ടീഷനായി ഹോസ്പിറ്റലാകുകയാണ്. ശാലിനി മരിക്കുമോ ജീവിക്കുമോ എന്നറിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ്, സംഭവബലമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കുടുംബശ്രീ ശാരദ സീരിയൽ എപ്പിസോഡ് കടന്നു പോകുന്നത്. ചിലപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് ദൈവത്തിൻ്റെ ഹിതമായിരിക്കും. കാരണം വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള ബന്ധം അവൻ്റെ അമ്മ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണോ എന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.